ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനൂപ്, ടീം ആക്സിസ് മാർഷൽ ആർട്സ് ക്ലബിൻ്റെ ഫൗണ്ടർ, മാർഷൽ ആർട്സ് ആൻഡ് ട്രിക്കിങ്ങിൻ്റെ ട്രെയിനർ കൂടിയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ബാക്ക് ഫ്ലിപ്പിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. സോ വീഡിയോ കാണുന്നവർ കഴിയുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാൻ ശ്രമിക്കുക. കാരണം വീഡിയോ പറഞ്ഞ ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ നിങ്ങൾ ബാക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ എക്സസൈസും കാര്യങ്ങളുമാണ്. അത് നമ്മൾ വേറൊരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇതിനകത്ത് നമ്മൾ സ്റ്റെപ്പുകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ കൈയുടെ സ്വിങ് ആണ്. ബാക്ക് ഫ്ലിപ്പ് എപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാലും കൈയുടെ സ്വിങ് മസ്റ്റായിട്ടും ചെയ്യുക. അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് റൊട്ടേഷൻ പ്രോപ്പറായിട്ട് കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് ജമ്പിങ് പവർ കിട്ടാനോ ഹൈറ്റ് കിട്ടാനോ ഒക്കെ ചാൻസ് വളരെ കുറവായിരിക്കും. ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ സ്വിങ് ആണ്. നമ്മുടെ എന്ത് ചെയ്യുമ്പോഴും ഷോൾഡർ ലെവലിൽ നമ്മുടെ കറക്റ്റ് സ്ട്രേറ്റ് പിടിക്കുക. ഈ ലെവലിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ബാക്കിലോട്ട് വീശിയിട്ട് കറക്റ്റ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നോക്കുക. ഈ ഒരു സ്വിങ് ചെയ്താൽ മാത്രമേ നമുക്ക് മൊമെൻറ്റ് പക്ഷേ ബാക്കിലോട്ട് പൊങ്ങാട്ടുള്ള മൊമെൻറ്റം കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ കണ്ടില്ല, ഈ ലെവലിൽ നിൽക്കുന്നു, ഇവിടെ നേരെ വീശിയോട്ട് എറിയും. ഈ സെയിം സമയത്ത് തന്നെ നമ്മുടെ കാലുകൊണ്ട് വെച്ചാൽ കൂടുതലും പത്തിയുടെ പവർ മാത്രമേ നമ്മൾ എന്നും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഫുള്ള് ലെഗായിട്ട് എടുക്കുക വേണം. നമ്മൾ ആദ്യം വിചാരിക്കും നമുക്ക് ഫുൾ പവർ എടുക്കാൻ പറ്റുമോ നമുക്ക് വിചാരിക്കും. പക്ഷേ അങ്ങനല്ല. എപ്പോൾ എടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയുടെ പവറിൽ മാത്രമേ നമ്മൾ എന്നും പൊങ്ങിച്ചാടാൻ പറ്റുള്ളൂ. ആ സെയിം സമയത്ത് തന്നെ ആയിരിക്കണം നമ്മുടെ കൈ മേലോട്ട് സ്വിങ് ചെയ്യേണ്ടത്. അത് നമ്മൾ ചാടി നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ വെച്ചാൽ ഫസ്റ്റ് മൂവ്മെൻറ്റ് എന്ന രീതിയിൽ കൈ നേരെ വെക്കുക, ഇവിടെ നേരെ വീശുക, ഇത് നേരെ ടോയ് പൊക്കി കൊടുക്കുക. ഇത് തന്നെ കുറേ വട്ടം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ്. ടോയുടെ പൊങ്ങുന്നത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഈ ടോയുടെ പൊങ്ങുന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേ ബേസിൽ നിന്നിട്ട് ഇവിടെ നിറഞ്ഞുകൊണ്ട് നമ്മൾ പൊങ്ങുക എന്നുള്ളതാണ്. നമ്മൾ എറിയുന്ന സമയത്ത് കൈയുടെ മുട്ട് മടക്കി എറിയാൻ നോക്കരുത്. കറക്റ്റ് സ്ട്രെയിറ്റ് തന്നെ എറിയാൻ നോക്കുക. കാരണം സ്ട്രെയിറ്റ് എറിഞ്ഞാൽ മാത്രമേ നമുക്ക് മാക്സിമം ഹൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. മുട്ട് മടക്കി എറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും ഹൈറ്റ് ഇടുന്ന വിചാരിക്കും, പെട്ടെന്ന് നമുക്ക് മുട്ട പിടിക്കാമെന്നൊക്കെ വിചാരിക്കും. അതല്ല, നമുക്ക് കൈ എറിയുവാണെങ്കിൽ കറക്റ്റ് സ്ട്രെയിറ്റ് തന്നെ അറിയുക. പിന്നെ ലാൻഡിങ്ങിൽ ജമ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പോയിന്റിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു പോയിന്റിൽ ഒരു മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കഴിവതും ഇങ്ങനെ എറിഞ്ഞ് വിടുകയാണെങ്കിൽ ബാക്കിലോട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1 feet എങ്കിലും ബാക്കിലോട്ട് പോകാൻ നോക്കുക. കാരണം അത് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. കാരണം നമ്മൾ നിന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടാണ് ഇതുപോലെ പോകുന്നതെങ്കിൽ നിങ്ങൾ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് കറങ്ങി ബാക്ക് ഫ്ലിപ്പിലോട്ട് പോകുന്ന സമയത്ത് തല അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ജമ്പ് ചെയ്യുന്ന ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എറിഞ്ഞ് നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ ഈ ലെവലിൽ നിന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കാലിലുള്ള ചാട്ടവും ഒരേപോലെ ലാൻഡ് ചെയ്യണം. ലാൻഡ് ചെയ്യുന്ന ടൈമിൽ താഴത്തോട്ട് എത്തുന്നെങ്കിൽ ടോയിൽ തന്നെ നിന്നിട്ട് ശേഷം മാത്രമേ ഫുള്ള് പ്ലാനറ്റ് ഫുട്ട് വരാൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ ബാക്ക് റോളിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇരിക്കുന്ന സമയത്ത് നമ്മൾ പത്തിപ്പുറം മാത്രമേ നമ്മൾ കുത്താൻ പാടുള്ളൂ, മീൻസ് സ്റ്റോ മാത്രമേ പാടുള്ളൂ. ഇരിക്കുന്ന സമയത്ത് കൈ കറക്റ്റ് നേരെ വെക്കുക, ബാക്കിലോട്ട് ഫുള്ളായിട്ട് റോൾ ചെയ്ത് വരിക. ആ ടൈമിൽ വേണമെങ്കിൽ നിങ്ങളുടെ പൂച്ചി വേണം കുത്തിക്കണം. കാരണം കുത്തിയായിട്ട് നേരെ റോൾ ചെയ്ത് വരിക. നമ്മുടെ ബട്ടക്സ് ഭാഗം ആദ്യം ഉറപ്പിക്കുക, അതിനുശേഷം മുതുക് കൊണ്ടുവരിക. പിന്നെ നമ്മുടെ മുട്ടുകാല് നമ്മുടെ നേരെ ഷോൾഡർ ലെവലിലേക്ക് കൊണ്ടുവരിക. പിന്നെ കുത്തുന്ന സമയത്ത് കഴിവതും നമ്മുടെ കാലകത്ത് തന്നെ വെക്കുക. കാരണം മുട്ടീനെ അടുപ്പിച്ച് വെക്കുവാണെങ്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മൂക്കിൻ്റെ ഇടിക്കാനുള്ള ചാൻസ് ലാൻഡിങ് ടൈമിൽ അല്ലെങ്കിൽ എയറിൽ നിൽക്കുമ്പോൾ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കാല് നമ്മുടെ ഈ ഷോൾഡർ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക. ബാക്കിലോട്ട് കറങ്ങി വരുന്ന സമയത്ത് കൈ ഇറക്കി ഈ ലെവലിൽ തന്നെ വരുത്താൻ നോക്കുക. കുത്തുന്ന സമയത്ത് തല ബാക്കിലോട്ട് ഇട്ട് കളയില്ല, നേരെ ഒന്ന് തലയുടെ പുറകുവശം അടിക്കാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ കുത്തി പൊങ്ങുന്ന സമയത്ത് നമ്മൾ മേലോട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. കറങ്ങി ഇവിടുന്ന് എത്തിയതിന് ശേഷം മാത്രമേ തല ബാക്കിലോട്ട് ഇട്ട് കളയാവുള്ളൂ. കുത്തുന്ന സമയത്ത് നമ്മുടെ കൈ ഫുള്ളും പ്രഷർ മേലോട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇത്രയും ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ട് റോൾ വരത്തുള്ളൂ. ഇതിനെക്കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ പറ്റും. സോ നമുക്ക് നോട്ടത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നേരെ നോട്ടം നമ്മൾ കഴിയുമെന്ന് നോക്കാൻ നോക്കുക. കാരണം കൈ എറിയുന്ന സമയത്ത് കൂടുതലും ചെയ്യുന്നത് വെച്ചാൽ കൈ ഇങ്ങനെ എറിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ തല അങ്ങനെ ബാക്കിലോട്ട് ഇട്ട് കളയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇടുവാണെങ്കിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ തല ഏറ്റവും പെട്ടെന്ന് താത്തോട്ട് വരികയും നമ്മുടെ ഫേസ് വരുന്നത് വെച്ചാൽ ഈ ലെവലിൽ വന്ന് ലാൻഡും ചെയ്യത്തുള്ളൂ. അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ആദ്യമുള്ള നമ്മുടെ ഇത്രയുള്ള കോൺഫിഡൻസ് മൊത്തം നമുക്കങ്ങ് പോകും. ചാടാനായിട്ടുള്ള ബാക്ക് ഫ്ലിപ്പിനുള്ള എല്ലാ കോൺഫിഡൻസും പോയിട്ട് അവിടെ തൊട്ട് നമ്മൾ ഫ്ലിപ്പ് അങ്ങ് നിർത്തുന്നതായിരിക്കും കൂടുതലും ചെയ്യാനായിട്ടിരിക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാര്യം നമ്മൾ ജമ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നോട്ടം കറക്റ്റ് നേരെ നോക്കുക. കാല് ഇവിടുന്ന് പൊങ്ങിയെന്ന് ഉറപ്പ് കിട്ടുന്നവരെ നേരെ നോക്കുക. അതിനുശേഷം മാത്രം നമ്മൾ തല ഇടുക. കാരണം അങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മുടെ തല ഈ ലെവലിൽ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഫുള്ള് ഇതിന് ടോപ്പിൽ കൂടെ നമുക്ക് പോകാൻ സാധിക്കും. അത് പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ നോട്ടം നേരെ നോക്കുക. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ചില പേടി കൊണ്ട് നമ്മൾ തലയിട്ട് കളയാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബേസിക് ആയിട്ടുള്ള ജമ്പുകളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്. ജമ്പ് ചെയ്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് നേരിട്ട് കിട്ടത്തുള്ളൂ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ബാക്ക് ഫ്ലിപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. സോ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മെത്തേഡുകളും പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മെത്തേഡും നമുക്ക് റിവിഷൻ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ നോർമലി നിന്നുകൊണ്ടുള്ള കൈവീശലാണ്. രണ്ടാമതായിട്ടെന്ന് വെച്ചാൽ കൈവീശിക്കൊണ്ട് തന്നെ മേലോട്ടുള്ള ചാട്ടം. മൂന്നാമതായിട്ടുള്ളതെന്ന് വെച്ചാൽ കൈവീശിക്കൊണ്ട് തന്നെ ചാടി മുട്ടയിൽ പിടിക്കൽ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് വെച്ചാൽ ഇരുന്നുകൊണ്ടുള്ള റോളിങ്. ബാക്ക് ഫ്ലിപ്പിലേക്ക് പോവുകയാണ്. സോ ഇതാണ് നമ്മുടെ ബാക്ക് ഫ്ലിപ്പിൻ്റെ മെത്തേഡ്.
നിങ്ങൾ ഇത്തരം മൂവ്മെൻറ്റുകളൊന്ന് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് ഫ്ലിപ്പ് ചെയ്ത് നോക്കുക. പക്ഷേ കഴിവതും ചെയ്യുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ബെഡോ അല്ലെങ്കിൽ മാട്രസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്രാഷ് മാറ്റുകളോ എന്തെങ്കിലും പുറത്ത് കഴിവതും ചെയ്യാൻ നോക്കുക. തുടക്കത്തിലെ നേരെ ഇതുപോലെ കല്ലിലൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തലയും കുത്തി വീഴാനുള്ള അവസരം ഉണ്ടാക്കരുത്. കാരണം ബാക്ക് ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റിസ്ക് ഉള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ്, മീൻസ് അത് ഫ്ലിപ്പ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അത്രയും സൂക്ഷിച്ചും കണ്ടൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അല്ലാത്തവർക്കായിട്ട് ബേസിക് മുതൽ തുടക്കത്തിൽ നിന്ന് ഒരാൾക്ക് ഒന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ പഠിക്കുന്നതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. കൂടാതെ ഫ്ലിപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മുടെ വീഡിയോ താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ മെസ്സേജ് വേണമെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.